ആദ്യമേ തന്നെ നമ്മുടെ ഡ്രോയർ എന്താന്ന് കാണിച്ചു തരാം. ഇപ്പം ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 മാസമാണ് ഗൈസ്. 1.5 മാസം. ഇതൊരു വെറൈറ്റി ഐറ്റമാണ് ഗൈസ്. വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു അമ്മാതിരി സാധനമാണ്. കുഞ്ഞു സാധനമുണ്ട്. അത് ഞാനിപ്പോ കാണിച്ചു തരാം ഗൈസ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും TopN5 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ചെയ്ത എന്റെ കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് ഞാൻ തന്നെ കസ്റ്റമൈസേഷൻ എടുത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്കും യൂസ്ഫുൾ ആയേക്കാം. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് ഗാഡ്ജറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ ഇനി എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ആ ഒരു സംഭവം ഏതാണെന്ന്. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യുന്നതാണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്ക്. സോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഡ്രോയർ എന്താന്ന് കാണിച്ചു തരാം. അപ്പൊ കണ്ടല്ലോ ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രോയർ. ഇതിൻ്റെ അകത്താണ് എൻ്റെ കംപ്ലീറ്റ് പണി സാധനങ്ങൾ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നെയായിരുന്നു ഈ ഒരു സംഭവം. അപ്പോൾ മൾട്ടിമീറ്റർ, ഇതിൻ്റെ അകത്തൊക്കെ മൊത്തം കപ്പാസിറ്ററും മറ്റ് റെസിസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇത് റെസിസ്റ്റർ ബോക്സ്, പിന്നെ കുറെ PCB, പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വേസ്റ്റ് സാധനങ്ങളും ആവശ്യമുള്ളതും ഒക്കെ ഈ ഒരു ഡ്രോയിൽ കിടപ്പുണ്ട്. എനിവേ, അപ്പം ഇതാണ് എൻ്റെ ഡ്രോ. ഇനി ഞാൻ കസ്റ്റമൈസ് ചെയ്ത ഓരോ ഐറ്റംസ് ഏതാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് എൻ്റെ ഇയർബഡ്സ്. ഇതിൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്തോ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ഇതിൽ തോന്നില്ലേ. അത് വേറൊന്നുമല്ല ഗൈസ്, ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഞാനൊന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആദ്യമേ ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് വെറും 20 മണിക്കൂറായിരുന്നു. ഇപ്പം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.5 മാസമാണ് ഗൈസ്. 1.5 മാസമാണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. അപ്പം ഞാൻ ഇതിൽ താഴത്ത് മൊബൈൽ ഫോണിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പക്കയാണ്. ഒരു മാസം 2 മാസം കൂടുമ്പോൾ മാത്രം ഇതൊന്ന് കുത്തിയിട്ടാൽ മാത്രം മതി. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ആണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ മുമ്പ് ഇട്ടിരുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ലാസ്റ്റ് ഒരു 2 ആഴ്ചയാണോ 3 ആഴ്ചയ്ക്ക് മുമ്പ് എന്തോ ഇത് നമ്മുടെ ബ്ലാക്ക് സ്പീക്കേഴ്സ് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് വൈറ്റ് ആക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വൈറ്റ് കളർ സ്പീക്കേഴ്സ് ഒക്കെയാണ് ഇഷ്ടം. നമ്മുടെ ഈ ഒരു ടേബിൾ തന്നെ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ സ്പീക്കർ ഇരിക്കുന്ന സ്റ്റാൻഡ് പോലും ഞാൻ ചെയ്തെടുത്തതാണ്. ഇത് PVC പൈപ്പിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചെടുത്തതാണ് ഗൈസ്. നോക്കിക്കേ, അപ്പോൾ നമ്മുടെ ഒരു PC ലുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് വൈറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കളറൊക്കെ ചെയ്ത് കംപ്ലീറ്റ് വൈറ്റ് ആക്കുവാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ PC ഫുൾ വൈറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ അടുത്തതാണ് ഈ മൗസും കീബോർഡും. ഇത് കാണുമ്പോൾ ഒരു കോംബോ പോലെയൊക്കെ തോന്നും ഗൈസ്, പക്ഷേ ഇതൊന്നുമല്ല. നമ്മുടെ ഈ ഒരു സ്പീക്കർ എന്താണ്, ഈ നമ്മൾ വൈറ്റ് പെയിന്റ് അടിച്ചതിൻ്റെ ബാക്കി വന്ന ബാലൻസ് പെയിന്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത സാധനമാണ് ഈ കാണുന്നത്. അപ്പം ഇതും ഒരു കസ്റ്റമൈസേഷൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ ഈ ഒരു സംഭവം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഈ സാധനം കണ്ടിട്ട്? ഇത് ഞാനിപ്പം ഒരു 2 ദിവസമായിട്ടുള്ളൂ ഈ ചെയ്തിട്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ക്യാപ്ചർ കാർഡാണ് ഗൈസ്. അതായത് നമ്മുടെ ഫോണിൽ ഇൻപുട്ട് ഇല്ലാത്തപ്പം നമ്മുടെ ഫോണിന് HDMI ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്ത് കാണാം. ഞാൻ മുമ്പ് Xonten ഒരു MHL കേബിൾ പരിചയപ്പെടുത്തിയിരുന്നു. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഗൈസ്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ ഉള്ളത് ഈ സംഭവം. ഇതൊരു വെറൈറ്റി ഐറ്റമാണ് ഗൈസ്. വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു അമ്മാതിരി സാധനമാണ്. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, ഇത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹെഡ്സെറ്റൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. നമ്മുടെ നോർമൽ ഹെഡ്ഫോൺ അല്ല, ഈ ഗെയിമിംഗ് ഹെഡ്ഫോണൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു സ്റ്റാൻഡാണ്. ഇത് ഞാൻ തന്നെ നമ്മൾ തടിയിൽ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരെണ്ണം മാർക്കറ്റിൽ വാങ്ങിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 700 തൊട്ട് 7000 വരെയൊക്കെ ഉണ്ട് ഈ സംഭവത്തിൻ്റെ പ്രൈസ്. അപ്പം ഇത് നമുക്കിപ്പോൾ 0 കോസ്റ്റിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. എല്ലാം ഈ സ്പീക്കർ വന്നതിൻ്റെ ബാക്കി ബാലൻസിന് പെയിന്റ് അടിച്ചെടുത്തതാണ് ഇതൊക്കെ. പിന്നെ ഒരു മൊബൈൽ ഹോൾഡർ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഈ നോട്ടൊക്കെ എഴുതുമ്പോൾ വെച്ച് നമ്മൾ ഇതിലാണ് വെച്ചിരുന്ന് എഴുതുന്നത്. പിന്നെ ഉള്ളത് ഈ റിംഗ് ലൈറ്റ് ആണ് ഗൈസ്. ഈ റിംഗ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ LED അടിച്ചു പോയി ഗൈസ്. ഇപ്പം ഇത് നോർമൽ റിംഗ് ലൈറ്റ് അല്ല, ഇത് RGB റിംഗ് ലൈറ്റ് ആണ്. അപ്പം ഇപ്പം മുമ്പത്തെക്കാളും പക്കയായിട്ടുണ്ട്. എൻ്റെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഞാൻ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത് RGB ആയിട്ട്. പിന്നെ RGB, ഇതും നമ്മൾ RGB നോർമൽ ഒരു ട്യൂബായിരുന്നു. ഇത് നമ്മൾ RGBയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്.
ഇതും നമ്മൾ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RGBയിലോട്ട് കൺവേർട്ട് ചെയ്തത്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്തതെന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. രണ്ടും സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ രണ്ടും കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്തതെന്ന്. പിന്നെ വേറൊരു കുഞ്ഞു സാധനമുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് സംഭവം. ഇതെന്ന് പറയുന്നത് ബ്ലൂടൂത്തിന്റെ ട്രാൻസ്മിറ്റർ പ്ലസ് റിസീവർ ആണ് ഗൈസ്. ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാവുന്നതാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ബ്ലൂടൂത്ത് ഇല്ലാത്ത ടിവിക്ക് ബ്ലൂടൂത്ത് കൊടുക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇല്ലാത്ത ഹോം തിയേറ്ററിന് ബ്ലൂടൂത്ത് കൊടുക്കുന്ന ടൈപ്പ് സാധനമാണ്. ഇത് ട്രാൻസ്മിറ്റും ചെയ്യും റിസീവും ചെയ്യും. അതായത് നമുക്ക് ഇതുവഴി ഓഡിയോ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ഇയർബഡ്സുമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും ട്രാൻസ്മിറ്റിംഗ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് ഇതുവഴി ഓഡിയോ സിഗ്നൽ ഇതിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ ഇയർബഡ്സിലേക്ക്. ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ റെഡ് ഇൻഡിക്കേറ്റർ ആണ് ട്രാൻസ്മിറ്റിങ്ങിന്, ബ്ലൂ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് റിസീവിംഗ് മോഡാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഇതുമായിട്ട് പെയർ ചെയ്ത് ഇത് ഓഡിയോ സിഗ്നൽ ഔട്ട് കൊടുക്കും. അതായത് ഹോം തിയേറ്റേഴ്സിലോട്ടോ ബ്ലൂടൂത്ത് സ്പീക്കറിലോട്ടോ ഇത് ഔട്ട് കൊടുക്കും. അങ്ങനെ 2 in 1 സാധനമാണ്. അപ്പം ഇത് ഞാൻ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു തരാവുന്നതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു മോണോപോഡാണ് ഗൈസ്. ആക്ച്വലി ഇത് ഒരു സെൽഫി സ്റ്റിക്ക് ആണ് കേട്ടോ. ഇതൊരു സെൽഫി സ്റ്റിക്കാണ്. ഞാൻ താഴത്ത് നമ്മുടെ ഈ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പൈപ്പ് ഉണ്ടല്ലോ, ഒരു ചെറിയൊരു പൈപ്പ് ഉണ്ടല്ലോ ബ്ലാക്ക് കളറില, അപ്പോൾ അത് വെച്ച് ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പം ഞാൻ മിക്കവാറും ഇതിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഫോൺ വെച്ചിട്ട്. നമുക്ക് ട്രൈപോഡിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് ട്രൈപോഡിന് നോർമൽ 200-300 രൂപയുടെ ട്രൈപോഡിനേക്കാളും നല്ല അടിപൊളി ഹൈറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഒരു ബെസ്റ്റ് സാധനമാണ് ഞാൻ ചെയ്തതിൽ വെച്ച്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സോഫ്റ്റ് ബോക്സ്, അതായത് എൻ്റെ ലൈറ്റിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സോഫ്റ്റ് ബോക്സ്. ഇത് നമ്മൾ പഴയൊരു കുട വെച്ച് ചെയ്തതാണ്. ഓക്കെ, ഒരു പഴയ ഒരു കുട നമ്മൾ ഈ ഒരു കോലത്തിലാക്കി എടുത്തിരിക്കുന്നതാണ്. ഞാൻ ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നല്ലൊരു അടിപൊളി ലൈറ്റാണ്. ഇപ്പോൾ ഏതാണ്ട് ഞാൻ ഒരു കൊല്ലമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ് ബോക്സ് വാങ്ങിക്കണമെങ്കിൽ മിനിമം ഒരു 2000 രൂപയെങ്കിലും ആവും. ഞാൻ ഇത് ചെയ്തെടുത്തത് വെറും 80 രൂപയ്ക്കാണ് ഗൈസ്, വെറും 80 രൂപ. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് ഏതാണ്ട് ഒരു 250 രൂപയായിട്ടുണ്ട് ഈ ഒരു സ്റ്റാൻഡിന് മാത്രം. ഓക്കെ, അപ്പം ഇതും എൻ്റെ ഒരു കസ്റ്റമൈസിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ്. പിന്നെ ഉള്ളത് ഗൈസ് എൻ്റെ PC ആണ്. അതായത് എൻ്റെ PC ഒരു ആൻഡ്രോയിഡ് PC. ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴത്താണ്. ഞാൻ ഇതിപ്പോൾ വലിച്ചിളക്കുന്നില്ല. എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഓവർലെയർ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതുണ്ടാക്കുന്ന വീഡിയോസ് മുമ്പ് ഇട്ടിരുന്നു. ഇതിൻ്റെ മേളിൽ പിന്നെ ഞാനൊരു ചെറിയൊരു ആമ്പ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു ആമ്പിൻ്റെ വിശേഷമാണ് ഇട്ടിരുന്നത്. ഇത് ഞാൻ എൻ്റെ വീട്ടിലെ TVക്ക് വേണ്ടി ചെയ്തതാണ്. TVയുടെ ഒരു സൗണ്ട് ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അത് കാരണം ഞാൻ TVക്ക് വേണ്ടി ഇത് ചെയ്തതാണ്. ഇത് 50 വാട്ട്സ് ആണ് പെർ ചാനൽ. അങ്ങനെ ടോട്ടൽ 100 വാട്ട്സ് ആണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. ഒരു 10 ഇഞ്ച് വൂഫർ വരെ ഇതിൽ സപ്പോർട്ടഡ് ആണ്. അപ്പം ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് എന്താണുള്ളത്, യെസ്, എൻ്റെ മെയിൻ സാധനം ഗൈസ്, എൻ്റെ ആമ്പ്. ഇതാണ് ഞാൻ മേക്ക് ചെയ്ത 2.1 ആമ്പ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ കംപ്ലീറ്റ് ക്ലാസ് D ടൈപ്പ് ആമ്പാണ്. 200 വാട്ട്സ് ആണ് RMS പവർ വരുന്നത്. നമ്മുടെ സ്റ്റീരിയോ ചാനലിന് 50 വെച്ച് അങ്ങനെ 100ഉം, അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ ഒരു മോണോ ബോർഡും ആണ് വെച്ചിരിക്കുന്നത്. അതും 100 വാട്ട്സ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 200 വാട്ട്സ് RMS പവർ ഉള്ളൊരു അടിപൊളി, ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു ആംപ്ലിഫയർ. ഇതിൻ്റെ വർക്ക് ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ എൻ്റെ ആർട്ട് വർക്ക്, ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൂടെ കാണിച്ചു തന്നാണ്. ഞാൻ ഒരു ഡ്രോൺ വരച്ച് വെച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഡ്രോണിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐറ്റവും കൂടി കാണിച്ചു തരാം. ടാ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രോൺ. ഓക്കെ, ഇതിൻ്റെ വർക്ക് ഇതുവരെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് ഇതിങ്ങനെ തന്നെ കിടക്കുവാണ് ഗൈസ്. അപ്പം ഇതിൻ്റെ ബഡ്ജറ്റ് ഇല്ലാത്ത കാരണമാണ് എനിക്കിത് ചെയ്യാൻ പറ്റാത്തത്. അപ്പം നമുക്കിനി ഇതൊരു ദിവസം ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോയും ഇടുന്നതാണ്. പക്ഷേ എനിക്കിത് കാണുമ്പോൾ വിഷമമാണ്. എങ്ങും തൊടാണ്ട് കിടക്കുവാണ് ഗൈസ്. അപ്പം ഇതൊന്ന് എനിക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ഒരു കസ്റ്റമൈസേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി കണ്ടുകിട്ടാം. അതുവരേക്കും ബൈ.